ഓച്ചാമ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് കുട്ടൻസിലാണ്. ഒരു വെറൈറ്റി സാധനം കാണിച്ചതാ. Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my palm. കുട്ടൻസിൻ്റെ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് വണ്ടികൾ നമ്മളെ കേരളത്തിലുണ്ട്. പക്ഷെ ആ കുട്ടൻസ് സ്വന്തമായിട്ടൊരു വണ്ടി എടുത്തു, ട്രാവലർ. ആ വണ്ടിയിൽ എന്തൊക്കെ കയറാൻ പോകുന്നത് നമുക്ക് ഊഹിക്കാന്നല്ലേ ഉള്ളൂ. കോച്ചാമര നമ്മളിപ്പോൾ എന്താ നിൽക്കുന്നത് നമ്മുടെ കുട്ടൻസ് എടുത്ത ഒരു ചെറിയ ട്രാവലറിൻ്റെ ഫ്രണ്ടിലാണ്. ഈ വണ്ടി ഇപ്പോൾ എടുത്തിട്ട് കുറച്ച് ദിവസമേ ഉള്ളൂ. പെട്ടെന്ന് കണ്ടപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കണമെന്ന് അങ്ങനെ എടുക്കുകയാണ്. ഒരു പണി ഇവർ എടുത്തിട്ട് ചെയ്തിട്ടില്ല. ഇനി ഇതിൽ കുറേ വർക്ക് കയറാൻ പോവാണ്. വണ്ടിക്കകത്ത് ഇൻറ്റീരിയറിൽ ഇപ്പോൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ ഒരു സെയിം ലെവലാണ് ഇപ്പോൾ വണ്ടിക്കകത്ത് നിൽക്കുന്നത്. പുറത്ത് തന്നെയാണ് വണ്ടി വാങ്ങിച്ചപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ. ഇതിൽ ചെറിയ ചെറിയ ട്യൂണിങ് വർക്കുകളൊക്കെ മാത്രമേ കൂട്ടാണ് ഇപ്പോൾ ചെയ്യുള്ളൂ. പക്ഷേ കുട്ടൻസ് ചേട്ടൻ ഈ വണ്ടിയിൽ എന്താണോ ചെയ്യാൻ പോകുന്നതെന്ന് സസ്പെൻസായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോഴേ അകത്തു നിന്നുള്ള ഐഡിയ കേൾക്കണ്ട. ഇവിടെയൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇപ്പം സൗണ്ട് വർക്കിൻ്റെ പ്രധാന ഗുരുവായ കുട്ടൻസിൻ്റെ മടയിൽ നിന്ന് കുട്ടൻസിന് വേണ്ടി സ്വന്തമായിട്ടൊരു വണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു ട്രാവലർ. ഈ ഒരു വണ്ടി ഏത് ലെവലിൽ ഇറങ്ങുമെന്ന് വെച്ചാൽ നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. എല്ലാവരും വണ്ടിയൊക്കെ നോക്കിക്കൊണ്ട് ഇവിടെ നിൽപ്പുണ്ട്. കോച്ചാമരെ ഒരു ചെറിയ ട്രാവലറാണ്. കുട്ടാണൻ സ്വന്തമായിട്ട് എടുത്ത ഈ ഒരു ഇത്രയും കാലം ബാക്കി വണ്ടിയിലൊക്കെ സെറ്റ് വർക്ക് ചെയ്തിട്ട് സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കണം, ടൂറിസ്റ്റ് മേഖലയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കുട്ടാണൻ എടുത്ത ഈ ഒരു വണ്ടിയാണ്. ഈ ഒരു വണ്ടിയിൽ ഇപ്പം തന്നെ ഒരു ചെറിയൊരു ഇടിയും കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. എൻ്റെ ഫോൺ നോയിസ് ക്യാൻസലേഷൻ ഉള്ളത് കൊണ്ട് അത്ര കേൾക്കാൻ പറ്റും. പക്ഷേ ഇതിലെ വർക്കാണ് കഴിച്ചത്. ഒരു മാരക വർക്ക് തന്നെ ഒരു വണ്ടിയിൽ വരാനുണ്ട്. ഇപ്പം തന്നെ കസ്റ്റമൈസ് ചെയ്ത് താഴെ ഫുള്ള് കസ്റ്റമൈസ് വണ്ടി ഫുള്ള് ഒരു കസ്റ്റം ബിൽഡായിട്ടാണ് ഇപ്പോൾ വണ്ടി നിൽക്കുന്നത്. പുറത്തുള്ള ലുക്ക് എന്നൊക്കെ പറഞ്ഞാൽ വെച്ചാൽ വരെ ഒരു രക്ഷയില്ലാത്ത ലുക്ക് തന്നെയാണ് വണ്ടി പുറത്ത് നിൽക്കുന്നത്. ഇതിൽ കുട്ടൻസിൻ്റെ മായാജാലം യഥാർത്ഥത്തിലുണ്ടെന്നോ അത് ഈ വണ്ടിക്കകത്ത് കയറാൻ പോവുകയാണ്. അതും കൂടെ വരുമ്പോൾ മച്ചാന്മാരെ വേറെ ലെവലാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വണ്ടി സാധാ വണ്ടി എടുത്തപ്പോൾ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. കറക്റ്റ് ഈ ഒരു ഫീൽ നമ്മുടെ വണ്ടി ഈ ഒരു രീതിയിലാണ് ഇടിക്കുന്നതായിട്ട്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ കുട്ടൻസ് ചേട്ടൻ എടുത്തേക്കുന്ന വണ്ടി. പക്ഷേ ഈ ഒരു വണ്ടി ഇനി വർക്കെല്ലാം കഴിഞ്ഞിറങ്ങുമ്പോൾ കുട്ടൻസിൻ്റെ യഥാർത്ഥ മായാജാലം ഇതിൽ നമ്മൾ കാണാൻ സാധിക്കും. ഇപ്പം തന്നെ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ഇപ്പോൾ ഉള്ള ഒരു ലുക്ക് എന്നൊക്കെ പറയുന്നത്. സാധാരണ ഫ്രണ്ടിൽ ഒരു TV ഇരിപ്പുണ്ട്, നമ്മുടെ AC വെൻസൊക്കെ ഇരിപ്പുണ്ട്, സ്വിച്ചുകളൊക്കെ ഈ രീതിയിൽ ഇരിക്കുന്നത്. ഇവിടെയൊക്കെ എന്തൊക്കെ ഇൻഫർടൈൻമെൻറ്റ്സ് എല്ലാം ടച്ച് പേനിലാവും മിക്കവാറും കണ്ട കോളിന്. ഇവിടെയൊക്കെ ആമ്പ് വരാൻ സാധ്യത ഇല്ലാതില്ല. ഇവിടെയൊക്കെ സാധാ സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. സാധാ സ്റ്റീരിയോ ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ള വണ്ടിയിൽ. ഈ വണ്ടി ഈ ഒരു ലുക്കാണ്. ഇപ്പം നോക്കി വെച്ചോ ഗൈസ്. ഈ ഒരു വണ്ടി അവിടെ ന്യൂസ് സ്ട്രിപ്പെല്ലാം കയറ്റി ഇടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ഇടിയില്ലേ, അതാണ് ഇപ്പോൾ എൻ്റെ ഫോണിൽ വോയിസ് ക്യാൻസലേഷൻ ഉള്ള ഇടിയൊന്നും കിട്ടാറില്ല. പക്ഷേ കറക്റ്റ് ഫീലിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അധികം ഇപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു വർക്ക് ഉണ്ട് എന്ന് തന്നെ നമുക്കിതിൽ പറയാം. ഇവിടെ ഇങ്ങനത്തെ ഒരു ഗാലറി ഫോട്ടോസ് രീതിയിലൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ക്ലാസ് ലുക്കിലാണ് ഇപ്പോൾ വണ്ടി ഇരിക്കുന്നത്. 2:1 എന്നുള്ള രീതിയിൽ ഇവിടെ 2 സീറ്റ്, ഇവിടെ ഒരു സീറ്റ്. ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലാണ് ഇതിൻ്റെ സീറ്റ് വരുന്നത്. അപ്പോൾ മച്ചാന്മാരെ ഇത്രേ ഇതിൽ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളൂ. കുട്ടൻസിൻ്റെ മായാചാരം നമ്മൾ ഓരോ വണ്ടിയിലും കാണുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ആഗ്രഹിച്ചെടുത്ത ഈ ഒരു വണ്ടിയിൽ ഏതറ്റം വരെ പുള്ളിക്കാരൻ ഏതറ്റം വരെ പോകാൻ പറ്റും ആ അറ്റം വരെ വണ്ടിയിൽ വർക്ക് ചെയ്യും എന്നാണ് കിട്ടിയ അറിവ് ഗൈസ്. കുട്ടൻസ് എന്ന് പറയുന്നത് അറിയാലോ, കേട്ടറിവിനേക്കാൾ വലുതാണ് കുട്ടൻസ് എന്ന ആ ഒരു സത്യം. ആ ഒരു പുള്ളിക്കാരൻ ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ് കുട്ടൻ ചേട്ടൻ. കുറേ കാലം കൊണ്ട് നമ്മൾക്ക് ഇവിടെ കാണാൻ വരുമ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ടൂറിസ്റ്റ് ബസ് ഫീൽഡിലേക്ക് വരണം, വണ്ടി എടുക്കണം, വലിയ ബസ് എടുക്കണം. ആ ഒരു രീതിയിൽ ആദ്യത്തെ കാൽവയ്പായിട്ട് കുട്ടാണ് എടുത്ത ഈ ഒരു ട്രാവലർ വേറെ ലെവലാവും കേസ് ഉറപ്പാണ്. കാരണം ഇപ്പം തന്നെ വണ്ടിക്കകത്ത് ലുക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മണം എന്നൊക്കെ പറഞ്ഞ് ഒരു അകത്ത് കയറുമ്പോൾ എനിക്കിപ്പം അകത്ത് കയറുമ്പോൾ ഉള്ള ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കൈസ്. കാരണം നല്ലൊരു ഫീലിംഗ് ഉണ്ട്. ഒരു മണമായാലും അകത്ത് കയറുമ്പോൾ ലുക്ക് ഒരു ക്ലാസ് ലുക്കിൽ വണ്ടി ഇപ്പം നിൽക്കുന്നുണ്ട്. അടിച്ചു പൊളിക്കാനൊക്കെ ഇപ്പം തന്നെ ധാരാളം ഉണ്ട് കൈസ്. കാരണം സൗണ്ട് ആയാലും കാരണം ഓവർ വർക്കൊന്നുമില്ല. സ്പീക്കർ എല്ലാം സ്പീക്കേഴ്സാണ്. JBL സ്പീക്കറൊക്കെ മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ സ്പീക്കർ. പക്ഷേ ഇടി കുട്ടാണ് വണ്ടി എടുത്തിട്ട്
എന്തോ ട്യൂൺ ചെയ്തിട്ടുണ്ട് കൈസ്. ആ ഇടി കേൾക്കുന്നുണ്ട്. ഓ മച്ചാന്മാരതാ ലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ബൗൺസിങ് ലൈറ്റ് മാത്രമേ ഇരിപ്പുള്ളൂ. ഇവിടെ കുറെ സ്ട്രിപ്പ് LED സ്ട്രിപ്പും ഇവിടെ നിയോണ്. ഈ നിയോണ് എനിക്ക് തോന്നുന്നു കുട്ടാണ് ഇപ്പൊ കയറ്റി തന്നത്. ഇതില് ഒരു മാരക വർക്ക് വരുന്നുണ്ട് കൈസ്. മാരകം എന്ന് പറഞ്ഞാൽ മാരക വർക്ക് വരുന്നുണ്ട്. അത് ഉറപ്പാണ് ഗൈസ്. കുട്ടാണ് ഏതുവരെ പോകുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അടിയിൽ അണ്ടർ ബോർഡ് ലൈറ്റൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. അപ്പോൾ മച്ചാന്മാരെ ഇത്രേ ഉള്ളൂ. വണ്ടി വേറെ ലെവലായിട്ട് തന്നെ കുട്ടാണം ചെയ്യും. കാരണം മറ്റു വണ്ടികൾ ഒരുപാട് വണ്ടികളെ കുട്ടാണം തൻ്റെ കഴിവ് കാണിച്ചതാണ്. പക്ഷെ സ്വന്തമായിട്ട് പുള്ളിക്കാർ വണ്ടി എടുത്തു. ആ വണ്ടി അത്താണ്ടായി കിടന്നു ഗൈസ്. പേര് പോലും അടിച്ചിട്ടില്ല പുള്ളിക്കാരൻ. ഇത് പേര് എഡിഷനെയോ ഒന്നും അടിച്ചിട്ടില്ല. വണ്ടി എടുത്തു, ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തു. വണ്ടി ഇവിടെ ഇട്ടേക്കാണ്. എനിക്കൊന്ന് ഇവിടെ 2 വണ്ടി കിടപ്പുണ്ട്. ഈ വണ്ടിയൊക്കെ പണി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇതിലോട്ട് വരുന്നത്. എന്തായാലും വെച്ചാൽ കണ്ട നെയിം ബോർഡോ എഡിഷനെയും ഒന്നുമില്ല. ഇവിടെ നിന്ന് തന്നെ മിക്കവാറും പുള്ളിക്കാരൻ തന്നെ മായാജാലം തുടങ്ങും. അപ്പോൾ കുട്ടൻസ് നമ്പർ പ്ലേറ്റ് KL24F5154 എന്നുള്ള രീതിയിൽ മച്ചാമാർ ഒരു രക്ഷയില്ലാത്ത വലിയ ലുക്ക് കണ്ടോ കഴിച്ചു. ഇപ്പം തന്നെ ഔട്ട് താഴെ ഇവിടെ സ്കിപ്പ് ലൈറ്റൊക്കെ ചെയ്ത് വേറെ ലെവലായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ സൈഡ് അണ്ടർ ബോഡി ലൈറ്റൊക്കെ ചെയ്ത് ഇവിടെ ലൈറ്റൊക്കെ ചെയ്ത് ഫോഴ്സിൻ്റെ ആ ഒരു വീൽ കപ്പ് ഫുൾ വെളിയിൽ ഔട്ട് എന്ന് പറയുന്നത് വെളിയിലെ ആ ഒരു കാണാനുള്ള ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് മച്ചാൽ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഫുൾ മാസാണ്. ടോപ്പ് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സൈഡ് സ്ട്രിപ്പ് വെളിയിൽ ഫുൾ അൽമാരകം. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഇവൻ്റെ അടുത്ത വരവിനാണുള്ള കുട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ള ഇവൻ്റെ ഒരു വരവില്ലേ, ആ വരവിനാണ് കേരളത്തിലെ വണ്ടി ഭ്രാന്തന്മാർ മൊത്തം കാത്തിരിക്കുന്നത്. വേറെ ലെവലായിട്ട് വരും ഗൈസ് നമ്മുടെ കുട്ടൻ ചേട്ടൻ്റെ ഈ ഒരു മായാജാലം. മച്ചന്മാരെ വണ്ടികളെ കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. അവിടേക്ക് വണ്ടികൾ കാണുന്നുണ്ട്. അതുപോലെ മച്ചന്മാർ ഇവിടെ സൽമാൻസിൻ്റെ ഒരു വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ അമ്പായിട്ടൊരു വണ്ടി എൻ്റെ മുന്നിൽ ഇടി പാക്കാൻ. അപ്പോൾ ഈ വണ്ടികളൊക്കെ ഇനി ഇറങ്ങി കഴിഞ്ഞിട്ടായിരിക്കും. കുട്ടാനൊക്കെ ഇതോടെ സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ അകത്ത് സച്ചുവൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് കുട്ടൻസിൻ്റെ ഒരു സാമ്രാജ്യം. അപ്പോൾ ഇതിലിതാ മച്ചാന്മാരെ വേറെ ലെവലായിട്ട് വണ്ടി വരും. കാരണം ഉറപ്പാണ് കുട്ടൻ്റെ വാക്കുകൾ മനസ്സിലാവും. യാ മോനെ ഇടിയുണ്ട് ഗീസ്, യാ മോനെ അല്ല. അപ്പോൾ മച്ചാൽ നമുക്കിനി കാത്തിരിക്കുന്നത് അവൻ്റെ ആ വരവിനുണ്ടായിരുന്നു. ബൈ.